ഓം ശണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭഗവരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ പൗണ്ഡ്രകമോക്ഷവും കാശിരാജാവധവുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഭഗവാൻ കാശിരാജാവിനെയും പൗണ്ഡ്രക വാസുദേവനെയും വധിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലെത്തിയപ്പോൾ സ്വർഗലോകത്ത് സിദ്ധന്മാർ ഒത്തുചേർന്ന് ഭഗവാന്റെ മഹിമാനങ്ങളെ പ്രകീർത്തിക്കുകയായിരുന്നു. പൗണ്ഡ്രകനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയോ ഭഗവാനെ പോലെ വേഷം ധരിച്ച് സദാ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. അതിനാൽ അയാൾക്ക് 5 തരം മുക്തികളിൽ ഒന്നായ സാരൂപ്യബുദ്ധ്യം ലഭിച്ചു. അങ്ങനെ അയാൾ വൈകുണ്ഠ ലോകം പ്രാപിച്ചു. അവിടെ 4 ചിഹ്നങ്ങൾ ധരിച്ച ദർഭോഹമായ വിഷ്ണു രൂപത്തിലാണ് ഭക്തന്മാരെല്ലാം. വാസ്തവത്തിൽ അയാളുടെ ധ്യാനം വിഷ്ണുവിലാണ് കേന്ദ്രീകരിച്ചിരുന്നത്. പക്ഷേ താൻ ഭഗവാൻ വിഷ്ണുവാണെന്ന് ഭാവിച്ചതിനാൽ അത് കുറ്റകരമായി. കൃഷ്ണനാൽ വധിക്കപ്പെട്ടപ്പോൾ ആ കുറ്റത്തിൻ്റെ രൂക്ഷത കുറഞ്ഞു. ഇപ്രകാരം സാരൂപ്യമുക്തി നേടി ഭഗവത് രൂപം പ്രാപിക്കുകയും ചെയ്തു. ഇവിടെ ഭഗവാന്റെ വേഷം കെട്ടിയിട്ട് ഞാൻ കൃഷ്ണനാണ് ഇല്ലെങ്കിൽ വിഷ്ണു ആണെന്നും പറഞ്ഞുകൊണ്ട് കുറേ കാലം ഭക്തിയുടെ ഒരു പ്രഭാവത്തിൽ ജീവിച്ചിരുന്ന പൗണ്ഡ്രകനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഏത് തരത്തിലായും ആത്യന്തികമായിട്ട് ചിന്തിച്ചാൽ ഏത് വിധേനയെങ്കിലും സദാസമയവും ഭഗവാനെപ്പറ്റി സ്മരിക്കാനിടവന്നാൽ അവൻ സത്യത്തിൽ ഭഗവാന്റെ ഭക്തൻ തന്നെയാണ്. അത് വിരോധാഭക്തി ആയാലും വേണ്ടില്ല, ഇനി പരിഹാസഭക്തി ആയാലും വേണ്ടില്ല, ഏതെങ്കിലും തരത്തിലായാലും വേണ്ടില്ല. പൗണ്ഡ്രകൻ ഭഗവാന്റെ വേഷം കെട്ടി ഭഗവാനെ പറ്റി ചിന്തിക്കുകയും ഭഗവാന്റെ വേഷഭൂഷാദികളെല്ലാം പറ്റി പഠിക്കുകയും ചെയ്തതുകൊണ്ടാണല്ലോ ഭഗവാന്റെ രൂപം ധരിച്ചുകൊണ്ട് ഞാൻ ഭഗവാനാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മുക്തി നേടാനും ഇടവന്നതുകൊണ്ട് പൗണ്ഡ്രക വാസുദേവന് സ്വർഗല പ്രാപ്തി ലഭിച്ചു. അതും സാരൂപ്യമുക്തി നേടാൻ ഭഗവത് രൂപം പ്രാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പം ഏത് വിധേനയും ഭഗവാനെ ഭജിക്കുക, സ്മരിക്കുക, അത് യഥാർത്ഥത്തിൽ സാരൂപ്യമായാലും വേണ്ടില്ല, സായുജ്യമായാലും വേണ്ടില്ല, യഥാർത്ഥ കറകളഞ്ഞ ഭക്തിയിലൂടെ ആണെങ്കിലും വേണ്ടില്ല, അനുകൂല പ്രതികൂലമായ ഭാവത്തിലായാലും വേണ്ടില്ല, ന്യായത്തിനോ അന്യായത്തിനോ പരിഹസിച്ചിട്ടോ ആയാലും വേണ്ടില്ല, ഭഗവാനെ സദാസമയം അനന്യാ ചിന്തയന്തോ മാം, ഏത് തരത്തിലാണേലും ഭഗവാനെ സ്മരിക്കുന്നവർക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും. അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഭൗതിക ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ നശിച്ചാലും ആത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുക എന്ന പ്രക്രിയയിലേക്ക് അത് കാരണമായി തീരുന്നർത്ഥം. അപ്പോൾ ഭക്തിയുടെ ഇഷ്ടദേവതയെ ഉപാസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടദേവതകളെ ഉപാസിച്ച് ഒരു ഘട്ടത്തിൽ നമ്മൾ ആ താതാത്മ്യ ഭാവത്തിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് ഇന്നും ലോകത്ത് ചിന്തിച്ചാൽ ഇപ്പോൾ ചോറ്റാനിക്കരയമ്മയെ ഭജിക്കുന്നവരെ ഒരു ഘട്ടത്തിൽ ചോറ്റാനിക്കരമ്മയാണെന്ന ഭാവത്തിൽ വർത്തിക്കുന്നത് കാണാം. കൊടുങ്ങല്ലൂർ അമ്മയെ ഭജിക്കുന്നവർ കൊടുങ്ങല്ലൂർ അമ്മയായിട്ട് പ്രവർത്തിക്കുന്നത് കാണാം. ഇങ്ങനെ നിരന്തരം ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ ഒരു ഘട്ടത്തിൽ ഗുരുവായൂരപ്പനാണെന്ന് തോന്നും. കൃഷ്ണനെ തന്നെ ഭജിച്ചിരുന്നാൽ കൃഷ്ണനായി ഭവിക്ക വേണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഭക്തിയുടെ ഒരു ഘട്ടത്തിൽ താതാത്മ്യ ഭാവത്തിലേക്ക് എത്തും. പക്ഷേ ഞാൻ സ്വയം ഗുരുവായൂരപ്പനാണ് അല്ലെങ്കിൽ വിഷ്ണു ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മൂഢന്മാരുടെ ഇടയിലൂടെ നടന്നാൽ അത് നിന്ദിക്കാനിടവരും. അത് ഭഗവാനെ നിന്ദിക്കലായിട്ട് മാറും. ഒരിക്കലും ഭഗവാന് തത്തുല്യമായിട്ട് ഒരു ഭക്തനോ ഒരു മനുഷ്യനാകാൻ സാധ്യമല്ല. അപ്പോൾ ഭഗവാന് തുല്യം ഭഗവാൻ തന്നെയുള്ളൂ. ഭഗവാന്റെ ശക്തിക്ക് തുല്യമായിട്ട് ഭഗവാൻ തന്നെയുള്ളൂ. അപ്പോൾ പുരുഷോത്തമനായിട്ടിരിക്കുന്ന ഭഗവാനെ ഞാൻ പുരുഷോത്തമനാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് നടക്കുന്ന അത് കർത്തൃത്വ അഭിമാനവും ഭഗവാന്റെ വേഷം കെട്ടി ഇവിടെ പൗണ്ഡ്രകൻ ചെയ്തത് ഭഗവാന്റെ വേഷം കെട്ടി നടന്നു എന്ന് മാത്രമല്ല, ദ്വാരകയിലേക്ക് ദൂതയച്ചിട്ട് ഭഗവാനോട് പൗണ്ഡ്രകനെ ശരണം പ്രാപിക്കാനും കൂടെ പറഞ്ഞു. അവിടെ അഹങ്കാരത്തിൻ്റെ ധ്വനിയുണ്ട്. ഞാനാണ് യഥാർത്ഥ ഭഗവാൻ എന്നുള്ള ആ വേഷം കെട്ടി നടന്നത് പോരാഞ്ഞിട്ട് ഞാൻ ഭഗവാനാണെന്ന് അഹങ്കരിച്ച് യഥാർത്ഥ ഭഗവാനെ തിരിച്ചറിയാതെ ഭഗവാനോട് എന്നെ ശരണം പ്രാപിക്കാനും കൂടെ ആവശ്യപ്പെട്ടു. അവിടെയാണ് ശരിക്കും പൗണ്ഡ്രകന് പിഴച്ചത്. എന്നിട്ടും ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാനിട വന്നതുകൊണ്ടും
വേഷം കെട്ടി നടന്നാലും സദാസമയവും ഭഗവാന്റെ വേഷഭൂഷാദികളെ പറ്റിയും കേശാദിപാദവും ഒക്കെ പൂർണ്ണമായിട്ട് ഭഗവാനെ പറ്റി പഠിച്ചിട്ട് ആണല്ലോ ഭഗവാന്റെ വേഷം കെട്ടി നടന്നത്. അപ്പം സദാസമയവും ഭഗവാനെ പറ്റി ചിന്തിക്കാൻ സാധിച്ചു എന്നർത്ഥം. അതുകൊണ്ട് സാരൂപ്യമുക്തി നേടാനും ഭഗവത് രൂപം പ്രാപിക്കാനും ഇടവന്നു. കാശി രാജാവിൻ്റെ ശിരസ് നഗര കവാടത്തിലൂടെ എറിയപ്പെട്ടപ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി. ആ അത്ഭുത വസ്തു കണ്ട് അവർ ഞെട്ടി. അതിന്മേൽ കുണ്ടലങ്ങൾ കണ്ടപ്പോൾ അത് ആരുടെയോ ശിരസ്സാണെന്ന് അവർക്ക് മനസ്സിലായി. അത് ആരുടെ ശിരസ്സായിരിക്കാമെന്ന് അവർ ഊഹിച്ചു നോക്കി. കൃഷ്ണൻ കാശി രാജാവിൻ്റെ ശത്രു ആകയാൽ അത് കൃഷ്ണന്റെ ശിരസ്സായിരിക്കുമെന്ന് ചിലർ കരുതി. തങ്ങളുടെ രാജാവിൻ്റെ ശത്രു ഹിംസിക്കപ്പെട്ടതിൽ ജനങ്ങൾ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് കാശി രാജാവ് വലിച്ചെറിഞ്ഞതായിരിക്കും അതെന്ന് അവർ കണക്കാക്കി. എന്നാൽ ആ ശിരസ് കൃഷ്ണൻ്റേതല്ല, കാശി രാജാവിൻ്റേത് തന്നെയാണെന്ന് ഒടുവിൽ വെളിപ്പെട്ടു. അക്കാര്യം തീർച്ചപ്പെട്ടതോടെ കാശി രാജാവിൻ്റെ റാണിമാൽ അടുത്തെത്തി ഭർത്താവിൻ്റെ മരണത്തിൽ വിലാപം തുടങ്ങി. പ്രിയപ്പെട്ട നാഥ, അങ്ങയുടെ മരണത്തോടെ ഞങ്ങളും മൃതശരീരങ്ങൾ പോലെ ആയിരിക്കുന്നു. കാശി രാജാവിന് ഒരു പുത്രനുണ്ടായിരുന്നു, സുദക്ഷിണൻ. പിതാവിൻ്റെ ശേഷക്രിയകളെല്ലാം നടത്തിയ ശേഷം തൻ്റെ പിതാവിൻ്റെ ശത്രുവാകയാൽ കൃഷ്ണനെ താൻ വധിക്കുമെന്നും അങ്ങനെ പിതാവിനോടുള്ള കടം വീട്ടുമെന്നും അയാൾ ശപഥം ചെയ്തു. അതിനാൽ തന്നെ സഹായിക്കാൻ യോഗ്യതയുള്ള ഒരു പുരോഹിതനുമൊത്ത് അയാൾ മഹാദേവനായ ശിവനെ പൂജിക്കാൻ തുടങ്ങി. കാശി രാജാവിൻ്റെ അധിപൻ വിശ്വനാഥൻ ശിവൻ ആണ്. വിശ്വനാഥ ക്ഷേത്രം വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് തീർത്ഥാടകർ നിത്യവും അവിടെ എത്തിച്ചേരുന്നുമുണ്ട്. സുദക്ഷിണൻ്റെ പൂജയിൽ ശിവൻ സന്തുഷ്ടനായി. തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സുദക്ഷിണൻ്റെ ലക്ഷ്യം കൃഷ്ണനെ വധിക്കുക എന്നതായിരുന്നു. അതിനാൽ കൃഷ്ണനെ വധിക്കാൻ പറ്റുന്ന ഒരു സുവിശേഷ ശക്തിയാണ് വരമായിട്ട് ചോദിച്ചത്. ബ്രാഹ്മണരുടെ സഹായത്തോടെ ശത്രു സംഹാരാർത്ഥമുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ നടത്താൻ ശിവൻ സുദക്ഷിണനെ ഉപദേശിച്ചു. ഈ അനുഷ്ഠാനത്തെക്കുറിച്ച് ചില തന്ത്രങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭീഷണകർമ്മം വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചാൽ ഏത് ആജ്ഞയും നടപ്പിലാക്കാൻ തയ്യാറായി ദക്ഷിണ അഗ്നി എന്നൊരു ദുർമൂർത്തി പ്രത്യക്ഷപ്പെടുമെന്നും സുദക്ഷിണോട് ശിവൻ അരുളി ചെയ്തു. എന്നാൽ യോഗ്യനായ ബ്രാഹ്മണനെ ഒഴികെ ആരെയെങ്കിലും വധിക്കാനേ ഈ മൂർത്തിയെ ഏർപ്പെടുത്താവൂ. അങ്ങനെയെങ്കിൽ ശിവന്റെ ഭൂതഗണങ്ങളും ആ ദുർമൂർത്തിയോടൊപ്പം ഉണ്ടായിരിക്കും. ശത്രുസംഹാരത്തിനുള്ള സുദക്ഷിണന്റെ അഭിലാഷം അതോടെ നിറവേറ്റപ്പെടുകയും ചെയ്യും. ഇപ്രകാരം ശിവൻ സുദക്ഷിണനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ കൃഷ്ണനെ വധിക്കാൻ തനിക്ക് കഴിയുമെന്ന് അയാൾ ഉറപ്പിച്ചു. പുരോഹിതന്മാരുടെ സഹായത്തോടെ ഒരു ഉഗ്ര തപോ അനുഷ്ഠാനത്തിൻ്റെ ദൃഢനിശ്ചയവുമായിട്ട് അയാൾ ദുർമന്ത്രവാദം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ തുടങ്ങി. തുടർന്ന് അഗ്നിയിൽ നിന്ന് ഒരു വലിയ അസുരരൂപം പുറത്തു വന്നു. അതിൻ്റെ മുടിയും താടിയും മീശയും പഴിപ്പിച്ചെടുത്ത ചെമ്പിൻ്റെ നിറമായിരുന്നു. അത്യന്തം ഭീഷണവും ബൃഹത്തുമായിരുന്നു ആ രൂപം. അസുരൻ അഗ്നിയിൽ നിന്ന് പൊങ്ങിയപ്പോൾ അയാളുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പാറിപ്പറന്നു. പുരികക്കൊടികളുടെ ചലനം അയാളുടെ കൂടുതൽ ഭീഷണനാക്കി തീർത്തു. നീണ്ടുകൂർത്ത ദന്തങ്ങൾ, നീണ്ട നാവ് കൊണ്ട് ചുണ്ടിൽ ഇരുവശങ്ങളും അയാൾ നക്കിത്തുടച്ചു. നഗ്നനായ അയാൾ അഗ്നിയെപ്പോലെ ജ്വലിക്കുന്ന ഒരു ശൂലം കയ്യിൽ ധരിച്ചിരുന്നു. യാഗാഗ്നിയിൽ നിന്ന് പുറത്തു വന്ന കയ്യിൽ ശൂലവുമായിട്ട് അയാൾ നിലകൊണ്ടു. സുദക്ഷിണനാൽ പ്രേരിതനായിട്ട് 100 കണക്കിന് ഭൂതഗണങ്ങളോടൊത്ത് അസുരൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ബാഹ്യാകാശം മുഴുവൻ ചുട്ടു ചാമ്പലാക്കാനുള്ള പുറപ്പാടാണോ അതെന്ന് കാണികൾക്ക് തോന്നി. അയാളുടെ അടിവെപ്പിൽ ഭൂമി മുഴുവൻ കിടിലം കൊണ്ടു. അസുരൻ ദ്വാരകയിൽ കടന്നതോടെ പുരവാസികൾ ഒന്നടങ്കം കാട്ടുതീ കണ്ട മൃഗസഞ്ചയങ്ങളെപ്പോലെ സംഭീതരായി. ഈ സമയത്ത് കൃഷ്ണൻ രാജകീയ സഭാമണ്ഡപത്തിൽ ചതുരംഗം കളിക്കുകയായിരുന്നു. ദ്വാരകാവാസികൾ ഒന്നടങ്കം അവിടെ എത്തി അദ്ദേഹത്തോട് പറഞ്ഞു, ത്രൈലോക്യനാഥ, അഗ്നിമയനായിരിക്കുന്ന ഒരു മഹാസുരൻ ദ്വാരക മുഴുവൻ എരിച്ച് ചാമ്പലാക്കാൻ എത്തിയിരിക്കുന്നു. ഞങ്ങളെ രക്ഷിച്ചാലും. നഗരം മുഴുവൻ നശിപ്പിക്കാനെത്തിയ അസുരനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് ദ്വാരകാവാസികളെല്ലാം വീണ്ടും ഭഗവാനോട് അപേക്ഷിച്ചു. അഗ്നിമയനായിരിക്കുന്ന അസുരന്റെ സാന്നിധ്യത്തിൽ ദ്വാരകയിലെ ജനം മുഴുവനും ആകുല മനസ്കരാണെന്ന് ഭക്തവത്സലായ ഭഗവാൻ കൃഷ്ണന് മനസ്സിലായി. ഉടനെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഭയപ്പെടേണ്ട, നാം നിങ്ങളെ രക്ഷിച്ചു കൊള്ളാം. പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണൻ സർവ്വവ്യാപിയാണ്. അദ്ദേഹം എല്ലാവരുടെയും ഹൃദയത്തിൽ കൂടിക്കൊള്ളുന്നു. പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം ബാഹ്യലോകത്തുമുണ്ട്.
അഗ്നിമയനായിരിക്കുന്ന ആ അസുരൻ ശിവന്റെ സൃഷ്ടിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനെ പരാജയപ്പെടുത്താൻ വേണ്ട നടപടി സ്വീകരിക്കാൻ അദ്ദേഹം സുദർശന ചക്രത്തോട് കൽപ്പിച്ചു. സൂര്യകോടി പ്രഭനായി സുദർശനം പ്രത്യക്ഷപ്പെട്ടു. പ്രളയാഗ്നിക്ക് തുല്യമായിരുന്നു അതിൻ്റെ താപനില. സ്വന്തം ദീപ്തിപൂരം കൊണ്ട് തന്നെ സുദർശന ചക്രം ഭൗമ ഉപരിതലവും ബാഹ്യ ആകാശവും ഉൾപ്പെടെ പ്രപഞ്ചം മുഴുവനും പ്രകാശമയമാക്കി. തുടർന്ന് സുദർശന ചക്രം ശിവൻ സൃഷ്ടിച്ച അഗ്നിമയനായിരിക്കുന്ന അസുരനെ തണുപ്പ് കൊണ്ട് മരവിപ്പിക്കാൻ തുടങ്ങി. ഇപ്രകാരം സുദർശന ചക്രം ആ അസുരനെ നിയന്ത്രണാധീനനാക്കി. ഇങ്ങനെ ദ്വാരകയെ സംഹരിക്കാനുള്ള ഉദ്യമത്തിൽ പരാജിതനായതോടെ അയാൾ പിന്തിരിഞ്ഞു. ദ്വാരക ചുട്ട് ചാമ്പലാക്കുന്നതിൽ പരാജയപ്പെട്ട അസുരൻ കാശി രാജാവിൻ്റെ രാജ്യമായിരിക്കുന്ന വാരണാസിയിലേക്ക് മടങ്ങി. അയാൾ മടങ്ങിയെത്തിയതിൻ്റെ ഫലമായിട്ട് ഭീഷണകലയുടെ മന്ത്രം ഉപദേശിച്ച പുരോഹിതന്മാർ തങ്ങളെ അതിന് നിയോഗിച്ച സുദർശനോടൊപ്പം അഗ്നിമയനായിരിക്കുന്ന അസുരൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ദീർഘധോരണിയിൽ ദഹിച്ച് ചാമ്പലായിത്തീർന്നു. തന്ത്രങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മന്ത്രവാദകലയുടെ സമ്പ്രദായമനുസരിച്ച് ശത്രു നിധനത്തിൽ മന്ത്രം പരാജയപ്പെടുമ്പോൾ അതിന് മറ്റ് ആരെയും എങ്കിലും വധിച്ചേ തീരൂ എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അതിൻ്റെ ആദിമ സൃഷ്ടാവിനെ അത് വധിക്കും. ഇങ്ങനെ ഇവിടെ ആദിമ സൃഷ്ടാവ് സുദർശനനാണ്. പുരോഹിതന്മാർ അയാളെ സഹായിക്കുകയും ചെയ്തു. അതിനാൽ അവരെ മുഴുവൻ എരിച്ച് ചാമ്പലാക്കി. ഇതാണ് അസുരന്മാരുടെ രീതി. ദൈവത്തെ വധിക്കാൻ അവർ ചിലതൊക്കെ സൃഷ്ടിക്കുന്നു. അതേ ആയുധം കൊണ്ട് തന്നെ അവർ വധിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സുദർശനും കൂട്ടരും വധിക്കപ്പെട്ടു. ഇവിടെ ആദിമസൃഷ്ടാവ് സുദർശനൻ തന്നെ ആയതുകൊണ്ട് ആ അഗ്നിയുടെ സുദർശനും കൂട്ടരും ദൈവത്തെ വധിക്കാൻ അവർ ചിലതൊക്കെ സൃഷ്ടിച്ചു. അതേ ആയുധം കൊണ്ട് തന്നെ അവർ വധിക്കപ്പെടുകയും ചെയ്യുന്നു. അഗ്നിമയനായിരിക്കുന്ന അസുരന് പിറകെ സുദർശന ചക്രവും വാരണാസിയിൽ പ്രവേശിച്ചു. വാരണാസി നഗരം വളരെ കാലം സമൃദ്ധവും ഗംഭീരവുമായിരുന്നു. ഇപ്പോഴും വാരണാസി ഐശ്വര്യപൂർണ്ണവും പ്രസിദ്ധവുമാണ്. ഭാരതത്തിലെ പ്രധാന പട്ടണങ്ങളിൽ ഒന്നാണിത്. അനേകം കൊട്ടാരങ്ങളും സമ്മേളന മന്ദിരങ്ങളും സ്മാരകങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഓരോ ചത്വരങ്ങളിലും പ്രസംഗ മണ്ഡപങ്ങളും ഉണ്ടായിരുന്നു. ഭണ്ഡാരപ്പുര, ആനപ്പന്തൽ, കുതിരപ്പന്തി, രഥങ്ങൾ, പത്തായപ്പുരകൾ, ഊട്ടുപുരകൾ എന്നിവയും അവിടെ നിരന്ന് കാണപ്പെട്ടിരുന്നു. ദീർഘകാലം ഇത്തരം ഭൗതിക സമൃദ്ധികളുടെ ഭണ്ഡാരകാരമായിരുന്നു വാരണാസി. എന്നാൽ കാശിരാജാവും പുത്രൻ സുദർശനവും ഭഗവാൻ കൃഷ്ണന്റെ വിരോധികളായതിനാൽ വിഷ്ണു ചക്രമായ സുദർശനം ഈ സുപ്രധാന കേന്ദ്രങ്ങളെയെല്ലാം ചുട്ടുകരിച്ച് സർവനാശം വിതച്ചു. ഈ ആക്രമണം ആധുനിക ബോംബാക്രമണത്തെക്കാൾ വിനാശകരമായിരുന്നു. തൻ്റെ കൃത്യം നിർവഹിച്ച ശേഷം സുദർശന ചക്രം ദ്വാരകയിൽ ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. കൃഷ്ണൻ ചക്രായുധമായിരിക്കുന്ന സുദർശനം വാരണാസിക്ക് വരുത്തിവെച്ച സർവനാശത്തിൻ്റെ കഥ അതീന്ദ്രിയവും മംഗളദായകവുമാണ്. ഈ കഥ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നവർ സർവവിധ പാപങ്ങളിൽ നിന്ന് മുക്തരാകും. ഇക്കഥ പരീക്ഷത്ത് മഹാരാജാവിനെ പറഞ്ഞു കേൾപ്പിച്ച് സുഖമഹർഷി നൽകുന്ന ഉറപ്പാണിത്. ഇപ്രകാരം കൃഷ്ണൻ എന്ന കഥയിലെ പൗണ്ഡ്രകമോക്ഷവും കാശിരാജാവിൻ്റെ വധവും എന്ന ഈ 65-ാം അധ്യായം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതാണ് പൗണ്ഡ്രക വാസുദേവനും കാശിരാജാവും കൃഷ്ണൻ തമ്മിലുള്ള യുദ്ധവും ആ പൗണ്ഡ്രക വാസുദേവൻ്റെ മോക്ഷവും കാശിരാജാവിൻ്റെ വധവും. അതിനുശേഷം കാശിരാജാവിൻ്റെ പുത്രൻ സുദക്ഷിണൻ ശ്രീകൃഷ്ണനെ പകരം വീട്ടാനായിക്കൊണ്ട് ശിവന്റെ സഹായത്തോടെ ചില അഗ്നിമയമായിരിക്കുന്ന അസുരനെ സൃഷ്ടിച്ച് ദ്വാരക ചുട്ടരിക്കാൻ ആരംഭിച്ചു. ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രം കൊണ്ട് ആ അഗ്നിമയനായിരിക്കുന്ന അസുരനെ ഇല്ലാതെയാക്കുകയും അതോടൊപ്പം തന്നെ ആരാണോ അതിനെ പ്രേരണ നൽകിയത് മന്ത്രത്തിലെ ദുർമന്ത്രമാദത്ത സൃഷ്ടിക്കപ്പെട്ട അഗ്നിമയനായിരിക്കുന്ന അസുരനെ സൃഷ്ടിച്ചു വിട്ടത് ആ അഗ്നിയാൽ തന്നെ സുദർശനും കൂട്ടരും പുരോഹിതന്മാരും കത്തിച്ചാമ്പലാകാനിടവന്നു. ഇതാണ് അഗ്നിമയനായിരിക്കുന്ന അസുരന് പിറകെ സുദർശന ചക്രവും വാരണാസിയെ കൂടി ചുട്ടരിച്ചു. വാരണാസി നഗരം വളരെ കാലം സമൃദ്ധവും ഗംഭീരവുമായിരുന്നു. ഇപ്പോഴും വാരണാസി ഐശ്വര്യപൂർണ്ണവും പ്രസിദ്ധവുമാണ്. അപ്പോൾ
ആ വാരണാസി നഗരം ഈ അഗ്നിമയനായിരിക്കുന്ന അസുരനെ വധിച്ച് സുദർശനെയും കൂട്ടരെയും വധിച്ചതിന് ശേഷം ആ സുദർശന ചക്രം വാരണാസി നഗരം മുഴുവൻ ചുട്ട് ചാമ്പലാക്കി എന്നാണ് പറയുന്നത്. അതിനുശേഷം കൃഷ്ണന്റെ ചക്രായുധമായിരിക്കുന്ന സുദർശനം വാരണാസിക്ക് വരുത്തിവെച്ച സർവനാശത്തിൻ്റെ കഥ അനീദ്രിയവും മംഗളദായകവുമായിട്ടാണ് പറയുന്നത്. ഈ കഥ ശ്രദ്ധയോടും വിശ്വാസത്തോടും, അതായത് ഭഗവാനെ പറ്റി കൃഷ്ണ അവബോധമില്ലാതെ കാശി രാജ്യം ഭരിച്ചിരുന്ന രാജാവും വേഷം കെട്ടി നടന്നിരുന്ന പൗണ്ഡ്രകനും അവർ തമ്മിൽ യോജിച്ചിട്ടാണ് ദ്വാരകയെ ആക്രമിക്കാൻ ചെന്നത്. ഇവരെ രണ്ടുപേരെയും വധിച്ചിട്ടും പ്രതികാരദാഹിയായിരിക്കുന്ന കാശി രാജാവിൻ്റെ പുത്രൻ ദുർമന്ത്രവാദം കൊണ്ട് ശിവന്റെ സഹായത്തോടെ ഒരു അഗ്നിമയനായിരിക്കുന്ന അസുരനെ സൃഷ്ടിച്ച് ദ്വാരകാപുരി അരിക്കാൻ ശ്രമിച്ചു. അവിടെ ഭഗവാന്റെ സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് ആ അസുരനെയും അതിന് പ്രേരണ നൽകിയ ദുർമന്ത്രവാദം നടത്താൻ ശ്രമിച്ച പുരോഹിതന്മാരെയും സുദർശനെയും എല്ലാം വധിച്ച് അവരുടെ നഗരം തന്നെ കത്തിച്ചാമ്പലാക്കി ദ്വാരകയിലേക്ക് ആ സുദർശനക്കം തിരിച്ചെത്തിയതായിട്ടാണ് പറയുന്നത്. ഇതോടുകൂടി ഈ അധ്യായം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.